ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അതെ ആ അതെ ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഞാൻ എന്താ പറയുക, ചിക്കൻ തീർന്നു. ഞാൻ പറഞ്ഞില്ലേ പട്ടിക്ക് ബ്രസ്റ്റ് പീസ് മേടിക്കാൻ വന്ന് ഞാൻ ചിക്കൻ്റെ കാല വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചിക്കനിൽ അത് തീർന്നു. ഭാഗ്യമില്ല. പക്ഷേ ഇനി ഒരു 2 കാലം കൂടിയുണ്ട്. അതിന്നിപ്പോൾ ഉച്ചക്ക് കൊടുത്ത് തീർക്കാം. അപ്പം ഇന്ന് ചിക്കൻ വാങ്ങിച്ച് ദൈവം കാത്ത്. വന്ദന പറയണവരെ വയറ്റി തുടങ്ങി എല്ലാവരുടെയും കിളി പോയിരിക്കണേ. അതായത് നമ്മുടെ ഈ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറാകാത്ത ആൾക്കാരുടെയൊക്കെ കിളി പോയിരിക്കുകയാണ്. സത്യമാണ് വന്ദനെ. മൊത്തത്തിലെല്ലാം വെള്ളി മറവിയും. അയ്യോ എനിക്ക് മേല. പെൺപിള്ളേരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഓടിച്ചിട്ടിരിക്കും. അങ്ങനെയാണ് വിശേഷം. അപ്പോൾ ചിക്കനൊക്കെ തീർന്ന് ഇപ്പം ഞാൻ കടയിൽ പോവാണ്. ബർഗർ വാങ്ങിക്കാൻ പോണേ. അപ്പോൾ നിങ്ങളോർക്ക് എനിക്ക് കഴിക്കാനാണ്? അല്ല ഗൈസ്, അല്ല, പട്ടിക്ക് കഴിക്കാനാണ് ഗൈസ്. ബർഗറും സോസേജും ഇതൊക്കെ കാർ വന്നു ക്രോസ് ചെയ്ത. എനിക്കിഷ്ടമെന്നല്ലേ ബർഗർ അങ്ങനെ ഇഷ്ടമൊന്നല്ല കേട്ടോ ബർഗറൊന്നും. എനിക്കിഷ്ടം എന്താണെന്നറിയാമോ? നല്ല ചൂടൻ ചോറ് എന്ന് പറഞ്ഞാൽ ടപ്പത് വാർത്തിട്ടിട്ട് നല്ല ആവി ഇങ്ങനെ വറക്കത്തില്ലേ, ആ ചോറും. പിന്നെ മീൻകറി ഉണ്ടല്ലോ, മീൻകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റിച്ച അങ്ങനത്തെ മീൻകറിയൊന്നുമല്ല. മീനിൻ്റെ അരപ്പൊക്കെ തിളച്ച് കഴിയുമ്പോൾ മീൻ പെറുക്കിയിട്ട് കഴിയുമ്പോൾ മീനിൻ്റെ കളറ് ചേഞ്ച് ആവത്തില്ലേ, അപ്പോൾ ആ മീനും അല്ലാതെ വറ്റിച്ചൊക്കെ എടുത്ത് മീനിനകത്തൊക്കെ പുളിയൊക്കെ പിടിച്ച്, അയ്യോ എനിക്കത് ഇഷ്ടമല്ല. എണ്ണയൊക്കെ തെളിഞ്ഞും അങ്ങനെയല്ല. ഈ മീൻ കറി തിളച്ച് വന്നിട്ട് ഫിഷ് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും ആ മീൻ കറി, ആ മീനും ആ മീനിൻ്റെ ചാറും ഈ ചൂട് ചോറിലിട്ട് കുഴച്ചടിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഒരാളിരിക്കുമായിരുന്നു. പുള്ളിക്കാരനാണ് അയാളെ കാണാനില്ല. അപ്പോൾ അതും. പിന്നെ ഇഷ്ടമുള്ളത് അരിപ്പുട്ടും ഇറച്ചിട ഉപ്പിലെന്താ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പിൽ വേവിച്ച ഇറച്ചി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് കഴിക്കണം. അത് ചോറിൻ്റെ കൂടെ അല്ല, അത് സെപ്പറേറ്റ്. ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. പിന്നെ പുറത്തിറങ്ങിയ മസാല ദോശ കഴിക്കാം, ബിരിയാണി കഴിക്കാം, ഇത് ഏതെങ്കിലുമൊക്കെ കഴിക്കാം. ഇത് രണ്ടുമാണ് ഫേവറേറ്റ്. അല്ലാതെ ഈ ബർഗറൊന്നും എനിക്കങ്ങനെ വലിയ ഇഷ്ടമല്ല. ബർഗറൊക്കെ എന്തിട്ടാണ് ഇഷ്ടം. പിന്നെ അപ്പം ഞാൻ ബർഗർ മേടിക്കാൻ വേണ്ടി പോണേ. പട്ടിക്ക് ബർഗർ, സോസേജ്, ചിക്കൻ, ഇതൊക്കെയാണ് മേടിക്കാൻ പോകണം. വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് മാർക്കറ്റിൽ കിടക്കാം. ഇവിടെ നമ്മുടെ പയ്യൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞൊരു കൊച്ചവിടെ നിന്നിട്ടെപ്പോഴും ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഓണം അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ ടാറ്റ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ കിളി പോയിരിക്കണം. വന്ദനയുടെ കിളി പോയിന്ന് വന്ദന പറഞ്ഞായിരുന്നേ. സാരില്ല വന്ദന, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഒരുമിച്ചില്ല, നിങ്ങളാദ്യം പൊയ്ക്കും, ഞാൻ പുറകെ വരാം. ഒരുമിച്ചെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിപ്പോവും അല്ലേ വന്ദനെ? കാരണം ഞാനിവിടെ പുറകെ കിടക്കണം, നിങ്ങളൊക്കെ എവിടെ കിടക്കണം. അതുകൊണ്ട് ഒരുമിച്ചെന്ന് പറയുന്നില്ല, നിങ്ങളൊക്കെ മുമ്പേ പോയി എത്തൂ, ഞാൻ പുറകെ വരാം. ആമ അഴിഞ്ഞ് വരുന്നത് പോലെ പുറകെ വരാം. കാരണം 2 ചാനലും കൊറിയക്കാർ നമ്മുടെ BTS പയ്യന്മാരെ പോയിട്ടുണ്ട്. 2 ചാനലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ? അവിടെ ഇടണം വീഡിയോ, ഇവിടെ ഇടണം വീഡിയോ. എന്താണ് എൻ്റെ പൊന്നോ, അവിടെ ഷോർട്ട്സ് ഇടണം, ഇവിടെ വീഡിയോ ഇടണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് കമൻ്റ് ഇടുന്ന ആൾക്കാർ നൈസെന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടാൽ ഞാൻ തിരിച്ച് നൈസെന്നേ ഇടത്തുള്ളൂ, കേട്ടല്ല. ഞാൻ വേറെ കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ചകൾ. മാർക്കറ്റ് എത്തി. ആൻറ്റിക്ക് ഒരു സാധനം വേണമെന്ന്, വാഴയിൽ പൊതിഞ്ഞ് വെച്ചേക്കണ സാധനം എന്ന് പറഞ്ഞു. വാഴയിൽ ഇവിടെ മിക്ക സാധനവും വാഴയിൽ പൊതിഞ്ഞതായിരിക്കും.
ഞാൻ എന്താ വാങ്ങിക്കാൻ വേണ്ടി ഒന്നും മറന്നുപോയില്ല. ചിക്കൻ വാങ്ങിക്കണം, ബർഗർ വാങ്ങിക്കണം, തക്കാളി വാങ്ങിക്കണം, സവാള വാങ്ങിക്കണം അല്ലേ? അതൊക്കെ അല്ലേ വാങ്ങിക്കാൻ വേണ്ടി, ഞാൻ മറന്നുപോയി. ആ രചനയുടെ അടുത്തൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ രചന അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാം, ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കണ കഥ പറയാൻ വേണ്ടി പോയതാണ്. നമ്മുടെ രചനയുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കണ ഒരു ഷോട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അയ്യോ ദേ വേഗം നടക്കട്ടെ. ദൈവമേ, മലേഷ്യൻ പോലീസ് എന്നെ പിടിക്കാതിരുന്നാൽ ക്യാമറ പിടിച്ച് നടന്നിട്ട്. അയ്യോ അപ്പം എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. ഇന്നത്തെ ഒരു സീനുണ്ട്, അടിപൊളി സീനാണ്. അത് ഞാൻ പറയത്തില്ല, ചിലപ്പോൾ രചനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രചന എടുത്തിട്ട് എറിയും. അതുകൊണ്ട് വേണ്ട. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് മാർക്കറ്റിൽ പോയി വീഡിയോ എടുത്തിട്ട് നമുക്ക് TMCയിലോട്ടോ. ഓക്കെ. മഴ ആയതുകൊണ്ട് ആ ചേട്ടൻ അങ്ങോട്ട് കയറിയിരിക്കണം അല്ലേ? ഓക്കെ. മാർക്കറ്റിൽ നിന്ന് വലിയ തിരക്കില്ലല്ലോ. ഞാനേ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങിക്കും. ആ ചേട്ടനായിട്ട് പറഞ്ഞു മാങ്ങ ഇരിപ്പുണ്ട്. എന്താ ചിക്കനുണ്ട്. പക്ഷെ ചിക്കനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടോ, ചിക്കനും ബീഫൊക്കെ കാണുമ്പോൾ. പന്നി ഇരിപ്പുണ്ടല്ലോ, പന്നി ഉണ്ട്. ഹായ്. No, I see all this. How much this one? This one berry pop, 52 per kilo, 1 kilo. 1 kilo? 42. 42. Oh. 42. How much? This one normal Liver, one. liver. This one no liver, this one blood. Liver finish. Liver 1 kilo 16 kg. What is this? Blood. Oh. Blood. Kung ano one. Thank you. Okay. മേടിക്കാനൊന്നല്ല, ചുമ്മാ ചോദിച്ചതാണ്. 42 രൂപ റിംഗറ്റിന്. സാരില്ല. അപ്പോൾ ഇവിടെ ഫിഷ് ഇരിപ്പുണ്ട്, ഫിഷൊക്കെ ഉണ്ട്. ഇതെന്താണാവോ വെളുത്തിരിപ്പുണ്ട്, മുട്ടയാണോ അറിയില്ല, എന്താണ്ടൊക്കെ ഉണ്ട്. ഇവരുടെ ചൈനീസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പന്നി അരിച്ച് കഴിച്ചായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്രയും ടേസ്റ്റ് ഒന്നും വന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ ഈ സോസ്, കൂടുതൽ സോസുകൾ അവർ യൂസ് ചെയ്തു. ഇതാ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട്, പരിപ്പ്, പയറ്, ചെറിയുള്ളി, ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നൈസ് ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്ക് പോവാല്ലേ? ഉള്ളി വിളിക്കും നോക്കാം. മുട്ട വാങ്ങിക്കണം. ഈ സാധനം ഇതിനെന്തെന്ന് പറയണം, പാനിപ്പൂരി കഴിക്കണം. എനിക്ക് നാട്ടിൽ നിന്ന് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാണ്. നാട്ടിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അപമാനിച്ചെന്നിരിക്കുക. കാരണം ഇഷ്ടമല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കഴിക്കണമെന്നുണ്ട്, എന്തായാലും ഇവിടെ വന്ന് കഴിക്കാം. ഇത് നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ടാണ്. പാനിപ്പൂരി കഴിക്കണം. ഇവിടെ എന്താ സംഭവം? അപ്പോൾ പോവാന്നോ, നമുക്ക് ചിക്കൻ വാങ്ങിക്കാം അല്ലേ? ചിക്കൻ വാങ്ങിച്ച് ഇതാണ് മാർക്കറ്റിൽ ആൾക്കാർ കുറവായിട്ട്. എനിക്ക് തോന്നണം മഴ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. പേരൊക്കെ ഉണ്ട്, വലിയ കാട്ട പേരൊക്കെ. അപ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങിക്കാം. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. TMC പോയി ചിക്കൻ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് വയ്ക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ തിരക്കായിരിക്കും. ഓക്കെ, സീ യു.